ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റ് രുചിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സായിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ചില്ലി ചിക്കൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ചിക്കൻ എല്ലാം ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോണോട് കൂടിയുള്ള ചിക്കൻ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ബോൺലെസ് ആയിട്ടുള്ളത് എടുക്കാവുന്നതാണ്. ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. 650 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ നിറയെ മുളക് പൊടിയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. കൂടെ തന്നെ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മാത്രം മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ്. നമ്മൾ ഈ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടും നമ്മുടെ ചിക്കനെ. അതുപോലെ ഒരു 2 സ്പൂൺ അളവിൽ മൈദ മാവും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയും കൂടിയാണ്. 650 ഗ്രാം അളവിൽ ചിക്കന് 1 മുട്ട മതിയാവും. 1 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ 2 മുട്ട ചേർത്തേക്കണം. ഇനി നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ ചിക്കൻ എല്ലാം ഞാനിപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ മസാല എല്ലാം ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. ഒരു 30 മിനിറ്റിന് ശേഷം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ചിക്കൻ പീസെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം ഫ്ലെയിം ലോക്കും മീഡിയത്തിന് ഇടയ്ക്ക് വേണം വെക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കരുത്. നമ്മുടെ ചിക്കൻ എല്ലാം നല്ല രീതിയിൽ വേവിച്ചെടുക്കേണ്ടതാണ്. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് തിരിച്ചിട്ട് കൊടുക്കുക, അങ്ങനത്തെ ആ ഒരു സംഭവം വേണ്ട. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. നല്ല രീതിയിൽ ഒന്ന് നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് കിട്ടണം. കൂടെ തന്നെ ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കനിലേക്ക് മസാലകളൊക്കെ ചേർത്ത് വെക്കുന്ന സമയത്ത് ഒരല്പം കളർ കൂടി ചേർത്ത് കൊടുക്കാം, ചുവന്ന കളറും കൂടി. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷേ നമ്മൾ വീട്ടിലെ കുട്ടികളും ബാക്കി എല്ലാവർക്കും കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ കളറൊന്നും ചേർക്കുന്നില്ല. വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ആ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 7 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടിയാണ്. കൂടെ തന്നെ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അതായത് ഈ സമയത്തെല്ലാം ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് തന്നെ വെച്ചേക്കണം. ഹൈയിൽ വെച്ചിട്ട് പെട്ടെന്ന് ചടപടേന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് മീഡിയം സൈസിൽ ഒരു 2 സവാള എടുത്തിട്ട് ഒന്ന് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇതളുകളാക്കി മാറ്റിയെടുത്തതാണ്, അതുകൂടി ചേർക്കാം. നമ്മുടെ ഈ ചില്ലി ചിക്കന് എപ്പോഴും ഇതുപോലെ അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് വേണം സവാള ചേർക്കാനായിട്ട്. കൂടെ തന്നെ ഇതുപോലെ ഒരു 3 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് പകുതി അളവിൽ മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ സവാളയും ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്
മീഡിയം സൈസിൽ ഒരു ക്യാപ്സിക്കം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്താൽ മതിയാവും. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി, വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കിയേക്കണം. ഞാൻ പിണ്ട് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. അത് കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി, അതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് കോൺഫ്ലോർ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. ഇനി വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ സോസിലൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടി. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് എല്ലാം ഹൈയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സോസ് എല്ലാം ഇതുപോലെ ഒന്ന് കുറുകി കിട്ടും. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ട് കോൺഫ്ലോറിൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവും കൂട്ടി കൊടുത്താൽ മതിയാവും. പക്ഷേ ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് എപ്പോഴും നന്നായിട്ട് അധികം ഡ്രൈ ആയിട്ട് വേണം കേട്ടോ ഇരിക്കേണ്ടത്. ഒരുപാട് ഗ്രേവി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ഇതുപോലെ എല്ലാം ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കനും കൂടെ ചേർക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഗ്രേവി എല്ലാം നമ്മുടെ ചിക്കനിൽ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്ത് വരണം. ഈ ചില്ലി ചിക്കൻ കഴിക്കാനായിട്ട് ടേസ്റ്റ് കൂടുതൽ എപ്പോഴും ഈ ചൂടോടുകൂടി തന്നെയാണ് നമ്മളിങ്ങനെ സെർവ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ തന്നെ ഇതിങ്ങനെ സെർവ് ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ക്രിസ്പിയോട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ക്രിസ്പിനെസ് പോയിട്ട് ഒന്ന് സോഫ്റ്റ് ആവും. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനലി വേണ്ട കാര്യമാണ് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടിയാണ്. ഇതുപോലെ ലാസ്റ്റ് നമുക്കിന് മുകളിലേക്ക് പതുക്കെ ഒന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൽ നിന്ന് ഒരല്പം കൂടി കുറവായിട്ട് പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരല്പം സ്വീറ്റ്നെസ് കൂടി നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഒരല്പം പഞ്ചസാര ലാസ്റ്റ് ഈ ഒരു സമയം നമ്മൾ പ്രത്യേകം ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. ഇനി നമ്മൾ ഒരുപാട് സമയത്ത് ഇളക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം വെക്കാനോ ഒന്നും നിൽക്കണ്ട. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ആണെന്ന്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വെറുതെയും കഴിക്കാവുന്നതാണ് കേട്ടോ. പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് കുറച്ച് വെള്ള എള്ളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെയും ചില്ലി ചിക്കനൊന്നും തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് കൂടി അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.